എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ റീസെൻ്റായിട്ട് തയ്ച്ച കുറച്ച് ബ്ലൗസുകളാണ് കേട്ടോ. 1-2 ബ്ലൗസേ ഉള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബ്ലൗസുകൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരികൾക്ക് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലൗസുകൾ, പ്രിൻറ്റഡ് ബ്ലൗസുകളാണെങ്കിൽ നമുക്ക് ഏത് സാരിക്ക് വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്തിട്ട് ചെയ്യാം. മാച്ച് ചെയ്തിട്ടും ആവാം, പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ സാരികൾക്കൊക്കെ ഈ ബ്ലൗസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊരു മെറൂൺ കളറിലുള്ള പ്രിൻ്റുള്ള ഒരു ബ്ലൗസാണ്. അതിൽ ഞാൻ കൈക്കും അതുപോലെ ബാക്കിലും കസവ് ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കേരള സാരി അതുപോലെ പട്ട് സാരിക്കൊക്കെ നമുക്കിത് മാച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സാരികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പട്ട് സാരിക്കും ഇത് നമുക്ക് മാച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഇത് കേരള സാരിക്ക് നല്ല ഭംഗിയില്ലേ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്ലൗസിന് ചെറിയ ചെറിയ ചുട്ടുപണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സാരികൾക്കും നമുക്കത് മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ബ്ലൗസാണ് നല്ല രസമായിട്ട് വരേണ്ടത്. അപ്പോൾ സാരികൾ എത്ര പഴയതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു മൽമൽ കോട്ടൺ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഇതിന് നമുക്ക് ഇതേ ബ്ലൗസ് തന്നെയാണ് ഞാൻ ഇതിനും മാച്ച് ചെയ്തിട്ട് ഇടുന്നത്. ഇതിനകത്ത് റെഡാണ് എങ്കിലും നമുക്ക് ഇതിനെ മാച്ച് ചെയ്തിട്ട് ഇടാം. അപ്പോൾ സാരിക്ക് തന്നെ ഒരു നല്ല എന്താ പറയുക, ഒരു ഭംഗി തോന്നും നമ്മൾ ബ്ലൗസ് നന്നായാൽ. അപ്പോൾ ബ്ലൗസ് നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സാരിക്ക് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് വരും. ഇത് മൽമൽ കോട്ടൺ സാരിയാണ് കേട്ടോ. ഇനി ഇതൊരു ഇൻഡിഗോ കളറുള്ള ഒരു സാരിയാണ്. ഇത് കോൺട്രാസ്റ്റായിട്ട് നമുക്ക് ബ്ലൗസ് മാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്കൂ, കോൺട്രാസ്റ്റായിട്ടുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരം സാരികൾക്കൊക്കെ കോൺട്രാസ്റ്റ് ബ്ലൗസ് നല്ലതാണ്. ഏത് സാരികൾക്കും കോൺട്രാസ്റ്റ് ബ്ലൗസ് നന്നായിരിക്കും. കണ്ടില്ലേ, അതൊരു എന്താ പറയുക, ലൈറ്റ് ബ്ലൂ ഒക്കെയാണ് അതിൻ്റെ മുന്താണി വരുന്നത്, പല്ല് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയുള്ള സാരികൾക്ക് മാച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ പച്ച കളറിലുള്ള സാരികൾ, ബ്ലൂ കളറിലുള്ളത് എല്ലാം നമുക്ക് ഈ ഒരു ബ്ലൗസുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഇടാം. കാഞ്ചീപുരം സാരികൾ, ഈവൻ കാഞ്ചീപുരത്തിന് വരെ നമുക്ക് ഈ ഒരു ബ്ലൗസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരൊറ്റ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാരികൾക്ക് മാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ബ്ലൗസുകളെ തയ്ക്കുള്ളൂ. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരികൾക്ക് നമുക്ക് മാച്ച് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വണ്ണം വെച്ചു, അതുകൊണ്ട് ബ്ലൗസുകളൊക്കെ കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട്. അതാണ്, ഈ ബ്ലൗസ് ഞാനിപ്പോൾ തയ്ച്ചിട്ടേ ഉള്ളെങ്കിലും കുറച്ച് ടൈറ്റാണിത്. പക്ഷേ ഈ ഒരു സാരിക്കൊക്കെ നന്നായിട്ട് നമുക്ക് മാച്ച് ചെയ്തിട്ടിടാം. ഇതിനകത്ത് ബ്ലൂ കളർ ഉണ്ട് താനും. അപ്പോൾ ഇതിങ്ങനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഉടുക്കാൻ പറ്റും. ഈ സാരിയൊക്കെ കുറച്ച് വണ്ണം തോന്നുന്ന സാരിയാണ്. അപ്പോൾ നമ്മളുടെ ശരീരപ്രകൃതത്തിനനുസരിച്ചുള്ള സാരികളായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വണ്ണം വെച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് സാരികൾ ഉടുക്കാൻ. പക്ഷേ ഈ ഒരു ബ്ലൗസ് നമുക്ക് പല സാരികളുടെ കൂടെ നമുക്ക് മാച്ച് ചെയ്തിട്ട് പോകും. അതായത് ബ്ലൂവും വൈറ്റും കൂടി കോമ്പിനേഷനായിട്ടുള്ള പ്രിൻറ്റഡ് ബ്ലൗസാണിത്. അപ്പോൾ ഇത് പലതിനും നമുക്ക് മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതേ ബ്ലൗസ് തന്നെ നമുക്ക് മറ്റൊരു സാരിയായിട്ട് നമുക്ക് നോക്കാം. കസവുള്ള ഒരു സാരിയായിട്ട് ഞാനിത് ഇതേ ബ്ലൗസ് തന്നെ മാച്ച് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇതിന് കൈ എൽബോ ലെങ്ത്താണ് കേട്ടോ. കൈ ഉള്ളത് എൽബോൻ്റെ താഴെ വരും ബ്ലൗസിൻ്റെ കൈ. പിന്നെ അവിടെ ബട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. കോളർ ബ്ലൗസാണ്. എൻ്റെ ഷോൾഡർ ഭയങ്കര വീതി ആയതുകൊണ്ട് ഞാൻ കോളർ ബ്ലൗസാണ് അധികം ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു കസവുള്ള സാരിക്ക് നമ്മൾ ഇതേ ബ്ലൗസ് തന്നെയാണ് മാച്ച് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറ് കണ്ടില്ലേ, ഇതിന് നമുക്ക് മാച്ചായിട്ട് ഉപയോഗിക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെയുള്ള ഏത് സാരിക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ ഉപയോഗിക്കാം. അതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ മാരേജിനും അങ്ങനെയുള്ള ഫങ്ഷനും ഒക്കെ ഉടുക്കാൻ പറ്റിയ സാരിയാണ്.
അപ്പോൾ അതിന് നമ്മൾ അതേ ബ്ലൗസ് തന്നെ, എനിക്ക് ഈ ബ്ലൗസൊന്നും ഇതിൻ്റെ സാരിയുടെ ബ്ലൗസൊന്നും എനിക്കിപ്പോൾ ഇടാൻ പോലും പറ്റില്ല, നമ്മൾ വണ്ണമൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഇതൊരു ഓർഡിനറി സാരിയാണ് കേട്ടോ. ഇതൊരു 10-600 രൂപ 700 രൂപയുടെയൊക്കെ ഒരു സാരിയാണ്. ഇതിൻ്റെ ബോർഡറിലുള്ള ആ ഒരു ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ. ഇത് മാച്ചിങ് ആയിട്ടുള്ളത് തന്നെയാണ്, കോൺട്രാസ്റ്റ് അല്ല. ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു സാരിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാരികൾ മാച്ച് ചെയ്യുന്നത്.